ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റോഡിൻ്റെ ഒരു എക്സ്റ്റേണൽ മൈക്കാണ്. റോഡ് എന്ന കമ്പനിയുടെ ഒരു എക്സ്റ്റേണൽ മൈക്ക് DSLR ക്യാമറയിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഈ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ ക്വാളിറ്റി എന്തെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ മൈക്ക്. അതായത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സൗണ്ട് റെക്കോർഡിങ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഒട്ടുമിക്ക എല്ലാ ഓൺലൈൻ മാർക്കറ്റുകളിലും ഇത് ലഭ്യമാണ്. ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ബോക്സ്, നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോക്സിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. 2 വർഷത്തെ വാറണ്ടി, അതുപോലെ തന്നെ ഇതിന്മേൽ എഴുതിയിട്ടുണ്ട് നോ ബാറ്ററി റിക്വയർഡ്, കോമ്പാക്റ്റ് സൈസ്, അതുപോലെ തന്നെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ള, ക്യാമറയിൽ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മൗണ്ട് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. സിനിമോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതിൻ്റെ അകത്തെ പാക്കിങ് ഇതുപോലെയാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പാക്കിങ്. ഇത് മൈക്ക്, അതുപോലെ തന്നെ മൈക്കിൽ നിന്നും ക്യാമറയിലേക്ക് ഘടിപ്പിക്കുന്നതിനുള്ള പിന്ന്, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, ക്യാമറയിൽ കണക്ട് ചെയ്യുന്നതിനുള്ള മൗണ്ട് എന്നിവ ഇതിനകത്തുണ്ട്. ഫിലിം മേക്കിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന കൂട്ടുകാർക്ക് സൗണ്ട് റെക്കോർഡിങ്ങിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. വളരെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്റ്റ്, നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. റോഡിൻ്റെ ഈ മൈക്ക്, റോഡ് എന്ന കമ്പനിയാണ് ഈ മൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ഈ വൈൻഡ് ഫിൽറ്റർ, ഈ ഫിൽറ്റർ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷവും ഇതുപോലെ നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഓരോ സ്ഥലത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും നമ്മൾ ഫിൽറ്റർ, പുറത്തുള്ള ഈ ഫിൽറ്റർ കണക്ട് ചെയ്തും അല്ലാതെയും ഉപയോഗിക്കാവുന്നതാണ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അത് ഇതിൻ്റെ ക്വാളിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കംപ്ലീറ്റ് ഇരുമ്പ് കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മൗണ്ട് ഫൈബർ ആണെങ്കിലും നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒട്ടുവിധം എല്ലാ ഓൺലൈൻ മാർക്കറ്റുകളിലും ഇത് ലഭ്യമാണ്. എന്നാലും ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ഏകദേശം ഒരു ബഡ്ജറ്റ് പ്രൈസ് 5000 രൂപയോളം ഇതിന് പ്രൈസ് വരുന്നുള്ളൂ. ഇനി ഇതെങ്ങനെ ക്യാമറയിൽ SLRൽ എങ്ങനെ ഫിറ്റ് ചെയ്യാം, എങ്ങനെ സെറ്റിങ്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്യാമറയുടെ ഇടതുഭാഗത്തായി നമുക്ക് മൈക്ക് എന്നുള്ള ഒരു ഇത് കാണാൻ സാധിക്കും. അതിനകത്താണ് മൈക്കിൻ്റെ സോക്കറ്റ് കിടക്കുന്നത്. ഇത് ഫ്ലാഷ്, നമ്മുടെ ക്യാമറയിൽ ഫ്ലാഷൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആ ഭാഗത്തായിട്ട് ഇതുപോലെ ആദ്യം സ്ക്രൂ ലൂസ് ചെയ്തിട്ട് അകത്തേക്ക് വെച്ചതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൗണ്ട് ഇതിൽ ഫിറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഈ മൈക്കിൻ്റെ പിന്ന്, സ്റ്റീരിയോ പിന്ന് ഇതുപോലെ മൈക്കിൻ്റെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം വീഡിയോ മോഡിലിട്ടിട്ട് ക്യാമറ വീഡിയോ മോഡിലേക്ക് മാറ്റിയതിന് ശേഷം സെറ്റിങ്സ് മാനുവലിലേക്ക് മാറ്റുക. അതിനുശേഷം ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് മെനു ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് മെനു കാണാൻ സാധിക്കും. മെനു ഓപ്പൺ ചെയ്ത് അതിൽ 5ാമത്തെ സെറ്റിങ്സിൽ ആണ് സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ സെറ്റിങ്സുകൾ കാണാൻ കഴിയുന്നത്. ഇതിൽ കാണിക്കും മൂവി റെക്കോർഡ് സൈസ്, അതുപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ് മാനുവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. ഇപ്പോൾ മാനുവലിലേക്ക് മാറ്റിയതിന് ശേഷം സൗണ്ട് റെക്കോർഡിംഗ് ലെവൽ നമ്മൾ എന്ത് ചെയ്യണം? സൗണ്ട് റെക്കോർഡിംഗ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സൗണ്ടിൻ്റെ റെക്കോർഡിംഗ് ലെവൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒബ്ജക്റ്റും സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഒബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ആ ഒരു മൈക്കും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റെക്കോർഡിംഗ് ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വൈൻഡ് ഫിൽറ്റർ എനേബിൾ ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അത് 2 മോഡിലും ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്.
ചില സ്ഥലങ്ങളിൽ നല്ല കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സൗണ്ട് ഓഡിയോയെ അത് നല്ലപോലെ ബാധിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സൗണ്ട് റെക്കോർഡിങ് ലെവൽ ഇപ്പോൾ ഏകദേശം ഒരു ലെവൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഏകദേശം സെൻറ്ററിൽ ഇട്ടിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ലെവൽ 50 ഇട്ടിട്ടാണ് ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യാറുള്ളത്. ഒരുവിധം നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ സൗണ്ട് റെക്കോർഡിങ് ഔട്ട്ഡോറിൽ എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതേപോലെ നമുക്ക് ഔട്ട്ഡോറിൽ ഈ ഫിൽറ്റർ വെച്ചതിന് ശേഷം ഔട്ട്ഡോറിലേക്ക് പോവുകയാണ്. ഈ മൈക്ക് ഞാൻ ഔട്ട്ഡോറിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം.